ഹലോ, വെൽക്കം ടു കറി കട്ട്സ്. എൻ്റെ പേര് അശ്വിൻ. ലോക്ക്ഡൗൺ ആണല്ലേ, വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, നമുക്കൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം തന്നെ നോക്കുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് വെളിയിൽ എന്തെങ്കിലും പോയി കഴിക്കണമെന്ന് ആലോചിച്ചിട്ട് പറ്റാണ്ട് വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുണ്ട് വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് വെജിറ്റബിൾസും കുറച്ച് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ പരീക്ഷിച്ചാലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു സൂപ്പാണ്. ഒരു സിമ്പിൾ സൂപ്പാണ്, പക്ഷേ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിന്നത് ട്രൈ ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങൾ വലിയ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ കയ്യെത്തുന്ന ദൂരത്ത് കിട്ടുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. സവാള, ഒരു 2 ഇടത്തര സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഡൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട്, അതും ഡൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 4 ചെറിയ ക്യാരറ്റ്, പിന്നെ നമ്മുടെ പംകിൻ അതായത് മത്തൻ, പിന്നെ ടൊമാറ്റോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സൂപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ പാത്രം വെച്ചു. അപ്പോൾ ഇനി സാധാരണ തിളച്ചതിന് ശേഷം ചിലവർ വെജിറ്റബിൾസ് ഇടാറുണ്ട്. നമുക്കങ്ങനെയൊന്നുമില്ല, നമുക്ക് അതിന് മുന്നേ തന്നെ ഇടാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായിരുന്നു. പൊട്ടറ്റോ അധികം ഇടണ്ട, ഒരു ഇച്ചിരി ഇട്ടാൽ മതി, കാരണം തിക്കാവാൻ ചാൻസ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട് പൊട്ടറ്റോയിൽ. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ആവശ്യാനുസരണം ഇട്ടാൽ മതി. ഓക്കെ, ക്യാരറ്റ്, ഇത് മത്തനാണ്, പംകിൻ. ഇതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ആ സൂപ്പിന് നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇതിൽ നമ്മൾ ഇട്ടു, അതിന് തിളക്കട്ടെ. അപ്പോൾ കൊറോണയാണ്, എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം മാക്സിമം ഹെൽത്തി ഫുഡ് കഴിക്കുക, പിന്നെ വ്യായാമം ചെയ്യുക, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നതാണ്, നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെല്ലാവരും നമുക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്തിരുന്നാലേ നമുക്ക് ആ ഒരു ഹെൽത്തി ബോഡി കിട്ടുള്ളൂ. പിന്നെ ഇതിനെ ചെറുക്കാനുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വേണം. ഫുഡ് ഏറ്റവും വലിയ ഫാക്ടറാണ് അതിന്. കാരണം ഹെൽത്തി ഫുഡ് കഴിക്കും തോറും നമ്മുടെ ഒരു ബോഡിയുടെ ആ ഒരു പവർ, ഇമ്മ്യൂണിറ്റി പവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് സൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളം സൂപ്പ് കിട്ടാറുണ്ട്. നമ്മുടെ പ്യൂരി ഓഫ് പംകിൻ, ടൊമാറ്റോ പ്യൂരി സൂപ്പ്, അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് കിട്ടും. പിന്നെന്താണ് നമ്മുടെ ക്ലിയർ സൂപ്പുണ്ട്, ക്രീം ഓഫ് ഒണിയൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് സൂപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വെളിയിൽ പോയി കടയിൽ പോയി കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരുന്നാലും വീട്ടുകാരെ
നമുക്ക് എന്തായിരുന്നാലും എല്ലാവർക്കും കൊടുക്കാം, വിശ്വസിച്ച് കഴിക്കാം. മായമില്ലാതെ സ്വന്തം വീട്ടിൽ നമ്മളായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഒരു മായവും കാണത്തില്ല. അപ്പോൾ അത് വീട്ടുകാർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സൂപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ടൊമാറ്റോ പെട്ടെന്ന് ഇത് ബോയിലായിട്ട് അതിൻ്റെ ഒരു ടൊമാറ്റോ ആണ് ഫസ്റ്റായിട്ട് ഇത് ബോയിലാകും. പെട്ടെന്ന് ബോയിലായി നല്ല സോഫ്റ്റാവും. അപ്പോൾ പിന്നെ അടുത്തത് ചെയ്യാനുള്ളത് പംകിനാവും. പിന്നെ പംകിനും പൊട്ടറ്റോ ഏകദേശം ഒരു സെയിം ഇതിലാകുന്ന ബോയിലാകുന്നത്. അതിൻ്റെ ഒരു ടൈമിംഗ് അനുസരിച്ച് നമ്മുടെ ക്യാരറ്റാണ് മറന്നു പോകരുത്. ക്യാരറ്റാണ് നമ്മൾ ബോയിലിങ്ങിൻ്റെ കണക്ക് നോക്കാനുള്ളത്. ക്യാരറ്റ് എത്രത്തോളം ബോയിൽ ചെയ്ത് അത്ര ഇതാവോ നമ്മുടെ സൂപ്പ് അത്രയും ടേസ്റ്റി ആയിരിക്കും. പംകിനും സൂപ്പിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ഘടകമാണ്. പംകിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്, ഒരു ടേസ്റ്റ് എന്തായിരുന്നാലും സൂപ്പിൽ നല്ലതാണ്. പിന്നെ ടൊമാറ്റോയുടെ ഒരു പുളി അതുണ്ട്. പൊട്ടറ്റോ എന്ന് പറയുമ്പോഴത്തേനും ഒരു സൂപ്പ് ഇച്ചിരി ഒന്ന് തിക്കാവാനും ഒരു സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ, അതാണ് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പൊട്ടറ്റോ. അതുകൊണ്ടാണ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് അധികമായിട്ട് സൂപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കിതിൽ വാട്ടർ ആഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാവുന്ന ഒരു സൂപ്പാണ്. കാരണം ഇത് നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് അടുത്തൊരു പേസ്റ്റ് അടിക്കാനാണ് പോകുന്നത്. ഇതെല്ലാം കൂടെ പ്യൂരി ഒരു ടൈപ്പിൽ ഒരു പേസ്റ്റ് അടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതേ രീതിയിൽ നമുക്ക് ഈ സൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഒരു ഗുണം. ഓക്കെ, നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ തണുത്ത് ഒരുവിധം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്യൂരി അടിക്കണം, അതായത് പേസ്റ്റ് ചെയ്യണം. നമുക്കിപ്പം എങ്ങനെ വേണോ സൂപ്പ്, നമ്മൾ പറഞ്ഞില്ലേ ആദ്യം ഇതിൻ്റെ കൺസിസ്റ്റൻസി പരുവം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടത്. അപ്പോൾ ഈ ഒരു പരുവം എനിക്കിപ്പോൾ ഒരു മീഡിയം ഒരു കൺസിസ്റ്റൻസി മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളം ചേർക്കുന്നത്. ആവശ്യാനുസരണം നമുക്ക് ഞാനിപ്പോൾ അത് ചേർത്ത് നല്ല പേസ്റ്റായി പോയി കഴിഞ്ഞാൽ നമുക്കിതിന് വെള്ളം ഉണ്ടല്ലോ, അത് ആവശ്യാനുസരണം ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കതിൻ്റെ പരുവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏകദേശം ഈ ഒരു പരുവം കിട്ടും. ഒരു തിക്കായിട്ടുള്ളൊരു അപ്പോൾ ഇതിൽ നമുക്ക് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഇച്ചിരി സോൾട്ടിൻ്റെ, കാരണം വെള്ളം ഈ സ്റ്റോക്ക് കയറുമ്പോഴത്തേനും വീണ്ടും നമുക്ക് സോൾട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്യാം. വെള്ളം ചേർത്തതിന് ശേഷം ആഡ് ചെയ്യാവൂ, ആലോചിക്കണം. നമ്മുടെ ഈ സ്റ്റോക്കൊന്ന് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സോൾട്ട് ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റാം.
ഇതാണ് അതിൻ്റെ ഒരു പരുവം കണ്ടോ. ഒരു നല്ല തിക്കുമല്ല എന്നാൽ നല്ല തിന്നുമല്ല, ക്ലിയർ അല്ല. ഇതാണ് ഒരു പ്യൂരി സൂപ്പിൻ്റെ അതേ ഒരു പരുവം. നമ്മുടെ സൂപ്പിൻ്റെ തിള വരാറായി. തിളയ്ക്കരുത്, ഇനി തിളച്ചിട്ട് കാര്യം, നമ്മളത് തിളപ്പിച്ചിട്ടാണത് ഒന്നാക്കിയത്. ഇനി വീണ്ടും അത് തിക്കായിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒരു തിള വന്നു തിള വന്നതും ഞാനൊന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ഈ പരുവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ലെങ്കിൽ അത് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സൂപ്പിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മീഡിയം ടൈപ്പ് മതി. അപ്പം മീഡിയം ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി, എനിക്കതാണ് ആവശ്യം. അപ്പോൾ അതങ്ങനെ ചേർത്താൽ മതി. തിക്കായിട്ട് വേണമെങ്കിൽ ആ പ്യൂരി തന്നെ കുറച്ച് സ്റ്റോക്ക് ചേർത്തിട്ട് നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതും തിളക്കരുത്, ജസ്റ്റ് ചൂടായാൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് റെഡി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സൂപ്പ്. ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ഭയങ്കര പാടായിട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലുള്ള വീണ്ടും നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.